ഹായ്. ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് അല്ലെങ്കിൽ ചാൻസേ കാർഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈൻ ആയിട്ട് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. യെസ്, digital.diplo.de എന്നാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര്. ഈ ഒരു വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ആദ്യമായിട്ട് എൻ്റർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യുക. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുള്ളതാണ്. ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലോട്ട് ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ടാവും. ആ ഒരു പാസ്വേഡും കൂടി എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. യെസ്, എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഇന്റർഫേസിൽ നമ്മളുടെ സ്കോർ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഇതിൽ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടതെന്ന് അവർ ഓൾറെഡി പറയുന്നുണ്ട്. ഈ ഒരു റിക്വയർമെന്റ്സ് എല്ലാം നമ്മൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്കോർ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ആണ്, വിഡെക്സ് ഫോം ആണ്, അത് ഫില്ല് ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷനിൽ വരുമ്പോൾ നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ ഒരു പോർഷനിൽ നമ്മൾ പാസ്പോർട്ട്, അതുപോലെ തന്നെ ഡിഗ്രി, അതുപോലെ തന്നെ അനാബിൻ റെക്കഗ്നേഷൻ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യുക. ഹയർ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ്, ബ്ലോക്ക്ഡ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ്, ബ്ലോക്ക്ഡ് അക്കൗണ്ട് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ നമ്മൾ ചെയ്യേണ്ടതില്ല. റെസിഡൻസ് വേറെ രാജ്യത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പോർഷൻ ഫില്ല് ചെയ്യേണ്ടത്. അടുത്ത ഓപ്ഷനിലോട്ട് വരുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ്, അത് കഴിഞ്ഞിട്ടുള്ള അതർ ഡോക്യുമെന്റ്സിൽ നമുക്ക് നമുക്ക് മോട്ടിവേഷൻ ലെറ്റർ, അതുകൂടാതെ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓഫർ ലെറ്റർ, നമ്മൾക്ക് ആരെങ്കിലും റെഫറൻസ് ഉണ്ട്, നമ്മൾ സുഹൃത്തുക്കളോ ആരെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ റെഫറൻസ്, അക്കോമഡേഷൻ പ്രൂഫ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവര് മെയിൽ തരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മാത്രമാണുള്ളൂ. സാധാരണയായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം 2 to 8 weeks ആണ് മാക്സിമം പറയുന്നത്. ഒരു 1 monthനുള്ളിലൊക്കെ നമുക്ക് റിപ്ലൈ കിട്ടുന്നുണ്ട്. ഇന്ന ഡേറ്റിൽ നിങ്ങൾ VFSൽ നമ്മുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ്സും അപ്ലൈ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഓൾറെഡി അപ്പോയിന്റ്മെന്റ് മെയിൽ വരും. ആ ഒരു മെയിൽ വന്നതിന് ശേഷം അവർ റിവ്യൂ ചെയ്തതിന് ശേഷം മെയിൽ വന്നതിന് ശേഷം നമ്മൾ പോയി അപ്ലൈ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക, കൂടെ നിൽക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ ആയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.